ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് നമ്മൾ നാട്ടിലെത്തിയതാണ്, ഹായക്കുട്ടനുമായിട്ട് റീയൂണൈറ്റ് ചെയ്തതാണ് കേട്ടോ. 1 വീക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പോയി. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഹായയുടെ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. എസ്പെഷ്യലി ഹായക്കുട്ടന് മമ്മീനെ വിട്ട് പിരിയാൻ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം മമ്മിക്കും അതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞൊരു 4 മാസത്തോളം മമ്മിയുടെ മോളായിരുന്നു ഹായക്കുട്ടൻ. വലിയൊരു ഉത്തരവാദിത്വം കൊണ്ടാണ് നമ്മൾ സിഡ്നിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ടെൻഷനൊക്കെ നമുക്കുണ്ട് കേട്ടോ. എന്തായാലും നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫാമിലി ഓഫ് 3 മാത്രമേ ഓർമ്മയുള്ളൂ. തിരിച്ചു പോകാറായിട്ടുണ്ട്. എയർപോർട്ടിലായിരിക്കും. എന്നിട്ട് പറയുന്നത് പന്തോന്നി ഫുൾ റിലേ പോയി കിടക്കുകയാണ്. അതാണ് ആയപ്പോഴും നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ ആൾ എഴുന്നേറ്റ് വന്ന് മീറ്റർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ടൈമില്ലായിരുന്നു. 1 വീക്കാണ് നമ്മൾ ഇറ്റലി നാട്ടിലുണ്ടായിരുന്നത്. ഫുള്ള് ഹായുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പോന്നു. ഇപ്പം കൊച്ചിയിലാണുള്ളത്. ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെന്താ മമ്മിയും പപ്പയും. മമ്മിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഹായക്കുട്ടന് ഇത്രയും നാളും മമ്മിയുടെ കൂടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ മാറുമല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് നാട്ടിലെത്തിയിട്ട് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് റെസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് ഹായയുടെ ഇതുപോലിരിക്കും. കാര്യം നമ്മൾ 3 പേരും ഓസ്ട്രേലിയൻ PR ആണെങ്കിലും ഹായ ഇതുവരെ കുറേ കാര്യങ്ങൾ അവിടുത്തെ ഫോർമാലിറ്റീസ് ചെയ്തിട്ടില്ല കേട്ടോ. മെഡിക്കൽ ബെനിഫിറ്റ്സും അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇനി ചെന്നിട്ട് വേണം ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഹായക്കുട്ടൻ്റെ വാക്സിനേഷൻസൊക്കെ സിംഗപ്പൂരിലാണുള്ളത്. അതെല്ലാം നമുക്ക് സിഡ്നിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. നിസ്സാര കാര്യത്തിന് സ്ട്രെസ്സും ടെൻഷനും അടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഈ 4 മാസത്തെ ഗ്യാപ്പിന് ശേഷം ഹായായിട്ടൊന്ന് സിങ്ക് ആവാനായിട്ടുള്ള ടെൻഷനിലായിരുന്നു എനിക്ക്. ഞാൻ കെയർ ചെയ്യുന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു പ്രോബ്ലം. ഇടയ്ക്ക് വെച്ച് ആൾ ഉന്തിക്കൊണ്ട് കിടന്നിരുന്ന ട്രോളിയില്ലേ, അത് ആ ഹായക്കുട്ടൻ്റെ കാലിലേക്ക് ഒന്ന് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ആയപ്പം എൻ്റെ ടെൻഷൻ ഇരട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓവർനൈറ്റ് കൊണ്ട് തന്നെ ബിഹേവിയറിലൊക്കെ ഭയങ്കര ചേഞ്ചസ് വരുമല്ലോ പിള്ളേർക്ക്. അപ്പോൾ പിന്നെ 4 മാസത്തെ കാര്യം പറയണ്ടല്ലോ. നാടിപ്പോൾ നല്ല പോലെ ഫാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കുടിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ ആയിരുന്നു അത്. ഒരു ചായക്ക് 200 രൂപയാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൽ. ഇതിനു മുമ്പ് ഫ്ലൈറ്റിൽ കയറിയതൊക്കെ ഹായക്കുട്ടൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അറിവായതിനു ശേഷം ആദ്യമായിട്ടാണ് ഹായ ഇത്ര എക്സൈറ്റ്മെൻറ്റോടു കൂടി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത്. ബേബി ആയിട്ടോ ടോഡ്ലറായിട്ടോ ട്രാവൽ ചെയ്യുമ്പം നിങ്ങൾ നിർബന്ധമായിട്ടും കുട്ടിയുടെ അച്ഛനെ കൂടെ കൂട്ടുക. കാരണം എല്ലാ സാധനങ്ങളും അവിടെ കൊടുക്കാമല്ലോ. ഞാൻ പിടിക്കണോ? ഹായ് പറഞ്ഞോണ്ട്. വെയിറ്റ് എ മിനിറ്റ്, നിങ്ങൾ ആ കണ്ടത് നമ്മുടെ ജോജു ജോർജ് അല്ലേ? ആ അതെ, ഞങ്ങൾ കയറിയ ഫ്ലൈറ്റിൽ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോ നമ്മളെപ്പോഴും വ്ളോഗിങ്ങോ അല്ലെങ്കിൽ ഹായുടെ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്ത വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലായത് കേട്ടോ. ഇതാണ് ഫ്ലൈറ്റ്. ഓക്കെ, യാ നമ്മളെവിടെ പോകുന്നേ? എവിടെ പോവാ നമ്മള്? സിംഗപ്പൂരാണോ സിഡ്നിയാണോ പോകുന്നേ? സിഡ്നി. ലൈറ്റും ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ഹായ്ക്ക് ഓവർ എക്സൈറ്റ്മെൻ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി 1 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഹായ്ക്കുട്ടിന് ഉറങ്ങാനുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഹായക്കുട്ടനെ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ആളുടെ മൂഡ് മാറുക എന്ന് പറയാൻ പറ്റില്ല. എഗെയിൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമ്മളോട് അത് ഊരാൻ പറയുന്നത്. ഓ, ഞാൻ നേരെ ഇരിക്കണം എന്നാണ് ആള് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇത്രയും നാളും ഹായ ഇൻഫൻറ്റ് സീറ്റ് ബെൽറ്റ് ആണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാര്യം 2 ഇയർ ഓൾഡ് ആയിരുന്നെങ്കിലും ഇൻഫൻറ്റ് സീറ്റ് ബെൽറ്റ് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് മിഡിൽ സീറ്റിൽ തന്നെ ഇരുത്തി. പിന്നെ നമ്മുടെ ക്യാബിൻ ക്രൂ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവർ അങ്ങോട്ട് കുറച്ചൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ, ഹായനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടിക്കാന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ? സ്ലീപ്പ് ചെയ്താലോ?
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ലൈറ്റെല്ലാം ഓഫ് ആയപ്പോൾ ഹായ്ക്കുട്ടൻ പയ്യെ ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും അവർ മീല് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതുപോലെ തന്നെ നിബിൻ സ്പെഷ്യൽ മീലാണ് പറഞ്ഞത്. അതുകൊണ്ട് നിബിൻ്റെ ഫുഡ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിംഗപ്പൂർ എയർലൈൻസിലെ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ക്വാളിറ്റി, നല്ല സർവീസും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്കൊരു പരിഭവോ പ്രോബ്ലംസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യാറായപ്പോഴത്തേനും സിംഗപ്പൂർ മോർണിംഗ് ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് സൺലൈറ്റ് വന്നു, നമ്മുടെ ആ ഉറങ്ങുന്ന മൂഡെല്ലാം പോയി. ഹായ്ക്കുട്ടി മാത്രം നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളും അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമുക്ക് സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും ഒരു 14 വർഷം നമ്മൾ സിംഗപ്പൂർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും. നമ്മൾ സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിലെത്തി. രാവിലെയാണ്. ഹായ്ക്കുട്ടൻ സ്റ്റില്ല് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞ് ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ലഗേജ് ഒന്നും എടുക്കേണ്ടാത്തതുകൊണ്ട് ഹാൻഡ് ക്യാരി മാത്രം എടുത്തുകൊണ്ട് നേരെ നമുക്ക് പോകാം. നമ്മൾ പോകുന്നത് കുഞ്ഞിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മൾ സിംഗപ്പൂർ വഴിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ ഇറങ്ങാനൊരു ചാൻസ് കിട്ടിയപ്പം നമ്മൾ എന്തായാലും കണക്ഷൻ സിംഗപ്പൂർക്കാണ് എടുത്തത്. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇന്ന് നൈറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് ഡേ പോലും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജേർണി. നമ്മൾ നന്നായിട്ട് മടുത്തു, പക്ഷെ നന്നായിട്ട് കിടന്നുറങ്ങിയില്ലേ. ഞങ്ങൾ എല്ലാവരും 3 പേരും നന്നായിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് അത്ര ക്ഷീണമില്ല നമുക്ക്. ചാങ്ങി എയർപോർട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ല വിശാലമായ എയർപോർട്ടാണ് കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഫെസിലിറ്റീസ് അറ്റ് ടോപ്പ് നോച്ചാണ്. നമുക്ക് സിഡ്നി എയർപോർട്ടൊക്കെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ആണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബയോമെട്രിക്സ് വെച്ച് ഇറങ്ങിപ്പോരാം. പാസ്പോർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഹായ്ക്കുട്ടനെ പിന്നെ കുഞ്ഞാൻറ്റീനെ കണ്ടു കഴിഞ്ഞപ്പോൾ പകുതി ക്ഷീണവും ഉറക്കമൊക്കെ പോയി. അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്ന വിശേഷം എല്ലാം അവരോട് പെട്ടെന്നൊന്ന് പറഞ്ഞു, എന്നിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ. ഹായ പെട്ടെന്ന് ഉറങ്ങാനുള്ള ഒരു ചാൻസും ഇല്ല, കാരണം ആൾ നന്നായിട്ട് ഫ്ലൈറ്റിൽ വെച്ച് ഉറങ്ങിയായിരുന്നു. കൂടാതെ നമ്മളെ കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നതറിഞ്ഞ് അവർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏഞ്ചലും ബിബിനും ഡേവിഡും ഒക്കെ? അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ പഴയ വീടൊന്ന് കാണാൻ പോകണം. ആ ഒരു ഏരിയയൊക്കെ ഒന്ന് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ സിംഗപ്പൂരിലെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടുത്തെ പാർക്കാണിത്. ഹായ്ക്കുട്ടന് അതൊന്നും ഓർമ്മയേ തന്നെ ഇല്ല. പിന്നെ ആകെ 18 മണിക്കൂറാണ് നമ്മൾ സിംഗപ്പൂരിൽ ലേ ഓവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈം പോയി. നമ്മൾ തിരിച്ച് പോകാറായി. കുറച്ചൊന്ന് ക്ഷീണം ഒതുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊരു 2 to 3 hours ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ലേ ഓവർ എടുക്കാനുള്ള 2 റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ റീസൺ നമ്മുടെ നെക്സ്റ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഡേയിലാണെങ്കിൽ ഹായ് ഉറങ്ങാനായിട്ട് ഒട്ടും ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം 8 മണിക്കൂർ അടുത്ത് ഉണ്ട് സിംഗപ്പൂരിൽ നിന്ന് സിഡ്നിയിലേക്ക്. ആ 8 മണിക്കൂറും ഹായ്ക്കുട്ടൻ എഴുന്നേറ്റ് തന്നെ ഇരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർപ്പസ്ലി നൈറ്റ് ഫ്ലൈറ്റ് തന്നെ ചൂസ് ചെയ്തത്. അതാകുമ്പോൾ ഹായ കിടന്നുറങ്ങും, നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ ഉറങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കേട്ടോ. രണ്ടാമത്തെ റീസൺ നമുക്ക് സിംഗപ്പൂരിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വ്ലോഗ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാവരെയും അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ സിംഗപ്പൂരിൽ കണ്ടു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് നേരെ സിറ്റിയിലേക്ക് പോകാം. സിഡ്നി ആണല്ലോ നമ്മുടെ പുതിയ വീട്. ഇനി ഹായ്ക്കുട്ടൻ അവിടെ ആയിട്ട് എങ്ങനെ എന്താ പറയുക ഇടവേള അഡ്ജസ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് നോക്കി കാണണം. എനിവേ ടോട്ടൽ സ്റ്റേജ് ആയതുകൊണ്ട് ഭയങ്കര എനർജിയാണ്. ആളിങ്ങനെ ഓടിച്ചാടി നടക്കുവാണ്. നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് ഫുൾ ടൈം ആൾ കിടന്ന് ഉറങ്ങിക്കോളും. അതുകൊണ്ട് പർപ്പസ്ലി തന്നെ നമ്മൾ നൈറ്റ് ഫ്ലൈറ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഒരു ആഴ്ച നമ്മൾ നാട്ടിൽ എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. എന്തായാലും നമ്മൾ ഇനി മുതൽ സിഡ്നി മലയാളീസാണ്. അപ്പോൾ ഇതുവരെ എല്ലാ വീഡിയോസും കണ്ടതിന് ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻസൊക്കെ കിട്ടുന്നത്. നിങ്ങളും അഡ്വൈസസും സജഷൻസും ഒക്കെ പറയുക. മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഓൾസോ. ബൈ. ആയിക്കോട്ടെ, ബൈ.